മുടികൊഴിച്ചിൽ ധാരാളമുള്ള ആളാണോ? നഖമൊക്കെ പെട്ടെന്ന് പൊട്ടി പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉറപ്പിച്ചോളുക, നിങ്ങളുടെ ഡയറ്റിൽ കൃത്യമായിട്ട് അളവിൽ പ്രോട്ടീൻ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുടി ധാരാളമായിട്ട് കൊഴിയുന്നതും മുടി ഭയങ്കര തിന്നായി പോകുന്നതും. മുടി പൊട്ടിപ്പോവാന്നൊക്കെ പറയാറില്ലേ, അതും നഖം പൊട്ടിപ്പോകുന്നതൊക്കെ ഈ പറഞ്ഞ പ്രോട്ടീന്റെ കുറവ് മൂലമാണ്. മുടിയും നഖവും ഒക്കെ പൊട്ടിപ്പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കുക, നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ അളവ് കുറവാണെന്നുള്ളതിന് ശരീരം കാണിച്ചു തരുന്ന ഫസ്റ്റ് സൈൻ ആണത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം വിശക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നുണ്ടോ? അതിന്റെ കാരണവും നിങ്ങളുടെ ഡയറ്റിൽ പ്രോട്ടീൻ കുറവായതുകൊണ്ടാണ്. നമ്മുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ധാരാളം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ ലെവൽ സ്പൈക്ക് ആവുകയും ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ആ വിശപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യും. പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല ഫുൾ ആയിട്ടുള്ള ഫീലിംഗ് കിട്ടുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷവും വിശക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ പ്രോട്ടീൻ അളവ് കുറവാണ്. ഒരു മിഡ് മീലായിട്ടൊക്കെ മുട്ട പൊഴുങ്ങിയത് എടുക്കാം, നട്ട്സ് ധാരാളമായിട്ട് കഴിക്കാം, ചെറുപയർ വേവിച്ചത്, പൾസസ് അതായത് പയറ് വർഗ്ഗങ്ങൾ എടുക്കാം. ഇതുവഴി പ്രോട്ടീൻ നിങ്ങളുടെ ഡയറ്റിൽ എത്തുകയും ഈ പറഞ്ഞൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട്, നമ്മൾ എത്ര ആക്റ്റീവായിട്ട് ഇരുന്നിട്ടും നമുക്ക് ഭയങ്കരമായ വീക്ക്നെസ്സും അതേപോലെ തന്നെ മസിൽ ലോസും സംഭവിക്കുന്നുണ്ടോ? അതിഭയങ്കരമായിട്ട് നമ്മൾ സ്കിന്നി ആയി പോകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ പ്രോട്ടീൻ അളവ് കുറവാണെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ മസിൽ റിപ്പയറിനും മസിൽ ഗ്രോത്തിനും വേണ്ട പ്രധാനപ്പെട്ട ആളാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ കൃത്യമായ അളവിൽ പ്രോട്ടീൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് ആയിരിക്കും എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ബേൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുവഴി നമ്മൾ വളരെ പെട്ടെന്ന് മെലിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് മീല് സ്കിപ്പ് ചെയ്യുന്നവരിലാണ്, അതായത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നവരിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോട്ടീൻ നന്നായിട്ട് ഡയറ്റിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 3-4 മണിക്കൂർ ഗ്യാപ്പിൽ പ്രോട്ടീൻ റിച്ച് ഫുഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. പ്രോട്ടീൻ പൗഡർ അല്ല, പ്രോട്ടീൻ റിച്ച് ഹോൾ ഫുഡാണ് നമുക്ക് വേണ്ടത്. ഏതെല്ലാം ഭക്ഷണങ്ങളാണ് നിങ്ങൾ അപ്പോൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്? പനീർ, ചിക്കൻ, പൾസസ്, ഫിഷ്, മുട്ട, ഇവയെല്ലാം തന്നെ നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ദിവസം ഡയറ്റിൽ വേണ്ടത് 0.8 മുതൽ 1.2 ഗ്രാം പ്രോട്ടീൻ ആണ്. ജിമ്മിലുള്ളവർ മാത്രമല്ല നമ്മൾ പ്രോട്ടീൻ യൂസ് ചെയ്യേണ്ടത്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ മുടിക്കും നഖത്തിനും നമ്മുടെ എനർജിക്കും നമ്മുടെ മസിൽസിനും ഒക്കെ വേണ്ട ആളാണ്. സോ എല്ലാവരും പ്രോട്ടീൻ കൃത്യമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. എപ്പോഴെങ്കിലും വിശക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് എടുക്കാവുന്നതാണ്. അതിപ്പോ സിമ്പിൾ ആയിട്ട് നമ്മുടെ കടലയോ അല്ലെങ്കിൽ പയറോ അല്ലെങ്കിൽ മുട്ടയോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. സോ നിങ്ങളുടെ ശരീരം ഈ പറഞ്ഞ 3 സയൻസിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളാ പ്രോട്ടീന്റെ കുറവ് മൂലമാണ്. സോ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്